Hello, good morning. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ സർഫസസിനെ പറ്റി പറഞ്ഞു. അതിൽ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ എങ്ങനെയാണ് ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞു ഒരു പ്രോബ്ലം നോക്കിയായിരുന്നു അല്ലേ. ഒരു പ്രോബ്ലം രണ്ട് പാർട്ടായിട്ട് നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ total pressure and center of pressure on a circular plate of diameter 1.5 which is placed vertically in water in such a way that the center of plate is 3 meter below free surface of water. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ സർക്കുലർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ സർക്കുലർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഡേറ്റ. വേറൊരു ഡേറ്റ എന്താണ്? ഇവനെ പ്ലേസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഇവന്റെ സെന്റർ ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ബിലോ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ആയിരിക്കും. ഫ്രീ സർഫസ് ഓഫ് വാട്ടർ എന്ന് നോക്കി കഴിഞ്ഞാൽ 3 മീറ്റർ ബിലോ ആയിട്ടായിരിക്കും ഇവന്റെ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് സെന്റർ ഇരിക്കുക. പിന്നെ എന്താ? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഓൾസോ. അപ്പം നമുക്ക് ടോട്ടൽ പ്രഷറും കാണണം, സെന്റർ ഓഫ് പ്രഷറും കാണണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ 1.5 മീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 1.5 ആണെങ്കിൽ ഇവന്റെ ഏരിയ എത്ര ആയിരിക്കും? π/4 ഇൻറ്റു 1.5 സ്ക്വയർ എത്ര വരും? 1.767 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ വരിക. ഓക്കെ അല്ലേ? ഇനി ഇവന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ജിയോമെട്രിക് സെന്റർ തന്നെ അല്ലേ. സെൻട്രോയിഡ് വാട്ടർ സർഫസിൽ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 3 മീറ്റേഴ്സ് മാറിയിട്ടാണ്. അപ്പം ഇവരുടെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? ടോട്ടൽ പ്രഷർ F ഈസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ. റോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ക്ലിയർലി തന്നിട്ടുണ്ട്, ഇത് വാട്ടറിലാണ് പറയുന്നുണ്ട്. അപ്പം വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3, ജി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഏരിയ 1.767 മീറ്റർ സ്ക്വയർ, എച്ച് ബാർ എന്ന് പറയുന്നത് ടോപ്പ് സർഫസിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടാണ്. മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടേണ്ടത് 520002.81 ന്യൂട്ടൺ. അപ്പോൾ ഇതിനെ നമുക്ക് 52.002 ന്യൂട്ടൺ എന്ന് വേണമെങ്കിൽ, കിലോ ന്യൂട്ടൺ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷറിനെ നമ്മൾ ഇത് ജിയോമെട്രിക് സെന്റർ ജി, സെന്റർ ഓഫ് പ്രഷർ പി ആണ്. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ടോപ്പ് സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് എച്ച് സ്റ്റാർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പൊ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? IG ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ അല്ലെ. അപ്പൊ IG എത്ര നോക്കാം. IG എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. എന്താണ് സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? πd⁴ ഡിവൈഡഡ് ബൈ 64. അപ്പൊ പൈ ഇൻറ്റു ഡയമീറ്റർ 1.5 ദ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64 ആണ്. ആൻസർ കണ്ടു നോക്കുക. 0.2485 മീറ്റർ റേസ് ടു 4 എന്നാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ IG നമുക്ക് കിട്ടി. എത്രയാണ്? 0.2485 മീറ്റർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഇവന്റെ ഏരിയ നമ്മൾ ജസ്റ്റ് മുമ്പ് കണ്ടുപിടിച്ചോളൂ, 1.767. ഇവന്റെ എച്ച് ബാർ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 3 മീറ്റർ മാറിയിട്ടാണ്. പ്ലസ് എച്ച് ബാർ 3. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, 3 ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 3.0468 മീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ 3.05 മീറ്റേഴ്സ് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എച്ച് സ്റ്റാർ കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular sluice gate is situated on the vertical wall of a lock. The vertical side of the sluice is d meters in length. അപ്പോൾ നമുക്കറിയാം vertical side of the sluice എന്ന് പറയുന്നത് d meters in length ആണ്. And depth of centroid of area is p meter below the water surface. അപ്പോൾ centroid ഞാൻ G എന്ന് മാർക്ക് ചെയ്യാണ്. ഈ സെൻട്രോയിഡ് പോയിന്റ് P meters below water surface ആണ്. Prove that the depth of pressure is equal to P plus D square by 12P. Depth of pressure എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ്. സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ P plus D square by 12P ആണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ,
അപ്പം നമുക്ക് ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ ഗേറ്റ് എത്രയാണ്? d മീറ്റേഴ്സ് ആണ്. അടുത്തത് എന്താണ്? ഇനി നമുക്ക് വിഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല അല്ലേ? ഡെപ്ത് നമുക്ക് d ആണെന്നുണ്ട്, വിഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല. വിഡ്ത്ത് ഞാൻ എത്ര എടുക്കുവാണ്? b മീറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. വിഡ്ത്ത് എത്ര എടുക്കുകയാണ്? b മീറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ ആണോ? ഇനി ഏരിയ എത്ര വരും? ഏരിയ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. ഇനി ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്രീ സർഫസ്, അതായത് h ബാർ, ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്രീ സർഫസ് h ബാർ എത്രയാണ്? നമുക്ക് p മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി h സ്റ്റാർ ആണ് നമ്മുടെ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ്. ആൻഡ് h സ്റ്റാറിന്റെ ഇക്വേഷൻ എന്താ? IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ അല്ലേ? അപ്പൊ IG നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവന് വിഡ്ത്ത് ഹൊറിസോണ്ടൽ ആയിട്ടും ഡെപ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നത് കാരണം ഇവന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? BD³ ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ ആണോ? അപ്പൊ IG പകരം എനിക്ക് എന്ത് കൊടുക്കാം? BD³ ഡിവൈഡഡ് ബൈ 12 എന്ന് കൊടുക്കാം. ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് എന്ന് വരും. h ബാർ നമുക്ക് തന്നിട്ടുണ്ട്, p ആണ് തന്നിട്ടുണ്ട്, പ്ലസ് p എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ബിയും ക്യാൻസൽ ആയും, ഡിയും d³ പോയിട്ട് ഇവിടെ എന്തുണ്ട്? d² ഉണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് വന്നു? d² ഡിവൈഡഡ് ബൈ 12p പ്ലസ് p എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, which is equal to p plus d² by 12p. Okay. Next question. A circular opening 3 meter diameter in a vertical side of tank is closed by a disc of 3 meter diameter. ഓക്കെ. അപ്പം നമുക്ക് ഒരു സർക്കുലർ ഓപ്പണിംഗ് ഉണ്ട്, അത് 3 മീറ്റർ ഡയമീറ്റർ ആണ്. ആ 3 മീറ്റർ ഡയമീറ്റർ ഉള്ള ഈ ഓപ്പണിങ് നമ്മൾ എന്താണ്, അത് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു ഡിസ്ക് കൊണ്ടാണ്. ആ ഡിസ്കിന്റെ ഡയമീറ്ററും എത്രയാണ്? 3 മീറ്റർ ആണെന്ന് നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ. ഡിസ്ക് ഡയമീറ്റർ ഇസ് ഓൾസോ 3 മീറ്റർ. ഓക്കെ. ഇന്ന് അടുത്ത എന്താണ്? വിച്ച് ക്യാൻ റൊട്ടേറ്റ് എബൌട്ട് എ ഹൊറിസോണ്ടൽ ഡയമീറ്റർ. അപ്പോൾ ഈ ഡിസ്കിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിന് എബൌട്ട് ആയിട്ട് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓൺ ദ ഡിസ്ക്. അപ്പം നമ്മളോട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ദ ടോർക്ക് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഡിസ്ക് ഇൻ ഇക്വിലിബ്രിയം ഇൻ ദ വെർട്ടിക്കൽ പൊസിഷൻ വെൻ ദ ഹെഡ് ഓഫ് വാട്ടർ എബവ് ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഈസ് 4 മീറ്റർ. അപ്പോൾ ഇവന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് കൊടുക്കാം. ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എബോവ് ആയിട്ട് നമുക്ക് വാട്ടർ സർഫസ് വരെ വരുന്ന ഡിസ്റ്റൻസ് ആണ് 4 മീറ്റർ അല്ലേ? ഇതായിരിക്കും 4 മീറ്റർ. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. നോക്കി, നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? നമ്മൾ ഡയമീറ്റർ ഓഫ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. 3 മീറ്റർ ആണ് ഡയമീറ്റർ ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പണിംഗ് എന്ത് വരും? π/4 ഇൻറ്റു 3² എന്ന് വരും. എത്ര വരും? 7.0685 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഇനി നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ടോപ്പ് സർഫസിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? h ബാർ എന്ന് പറയുന്നത് 4 മീറ്റർ, വാട്ടർ സർഫസിന്റെ ടോപ്പിൽ നിന്ന് 4 മീറ്റേഴ്സ് മാറിയിട്ടാണ്. ഓക്കെ. ഇനി ഫോഴ്സ് ഓൺ ഡിസ്ക് എന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഓൺ ഡിസ്കിനെ ഞാൻ F എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഫോഴ്സ് ഓൺ ഡിസ്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρg ഏരിയ ഇൻറ്റു h ബാർ. ഓക്കെ ആണോ? ഇനി ഇവിടെ വാട്ടർ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m3, G 9.81, ഏരിയ ഓഫ് ഡിസ്ക് എന്ന് പറയുന്നത് π/4 ഇൻറ്റു 3², അതായത് 7.0685 മീറ്റർ സ്ക്വയർ. h ബാർ എന്ന് പറയുന്നത് 4 മീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ വരുന്നത് 277.368 kN എന്നാണ് ഫോഴ്സ് ഓൺ ദ ഡിസ്ക് വരിക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് റിക്വയർഡ് അല്ലേ? നമ്മുടെ ഈ ഒരു ഡിസ്കിനെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഈ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ F എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ
എത്ര ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ടോപ്പ് സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ പറയാ, എച്ച് സ്റ്റാർ എന്നാണ് പറഞ്ഞത്. എച്ച് സ്റ്റാറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, IG ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ, ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ അല്ലേ. അപ്പം IG എന്ന് പറയുമ്പോൾ എന്താ, സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ IG ഇക്വേഷൻ എന്താ, പൈ ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64. ഏരിയ എത്ര വരും, ഇതൊരു സർക്കുലർ ഡിസ്ക് അല്ലേ, അപ്പോൾ ഏരിയ എത്ര വരും, പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. എച്ച് ബാർ എത്രയാണ്, എച്ച് ബാർ നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് ബാർ എന്ന് പറയുന്നത് 4 meters ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻറ്റു 4 പിന്നെ പ്ലസ് 4. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും π/4 ഉണ്ട് അല്ലേ, π/4 നമുക്ക് ഇവിടെ ഒരു π/64, 4 പോയിട്ട് ബാക്കി എത്ര വരും, 16 വരും അല്ലേ. പിന്നെ ഡി സ്ക്വയർ ആണ്, ഡി സ്ക്വയറും ഡി റൈസ് ടു 4 പോയി കഴിഞ്ഞാൽ ഡി സ്ക്വയർ വരും അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 4 പ്ലസ് 4 എന്ന് വരും. ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ 3 meter ആണ്. 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 4 64 തന്നെ, 64 പ്ലസ് 4 വരും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്നത് 4.14 meters ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, എച്ച് സ്റ്റാർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ ടോട്ടൽ ഫോഴ്സും കിട്ടി, എച്ച് സ്റ്റാറും കിട്ടി, ടോർക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഫോഴ്സ് 4.14 meter ഫ്രീ സർഫസിൽ നിന്ന് മാറിയിട്ടാണ് കിട്ടി. ആ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ദിസ് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണ് എന്തുണ്ടാക്കുക, മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. ഇപ്പം ജിയിൽ കൂടെയാണ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ പാസ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ദിസ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണ് എന്തുണ്ടാക്കുന്നത്, ടോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ടോർക്കിനെ എങ്ങനെ എഴുതാം, ടോർക്ക് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. അതായത് എൻ്റെ ഫോഴ്സ് എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത് ഈ ലൈനിൽ കൂടെ അല്ലേ. ഇനി ഡിസ്റ്റൻസ് ഏത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് പറയുന്നത് എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് എഫ് വരെ എച്ച് സ്റ്റാർ ആണ്, എച്ച് സ്റ്റാർ മൈനസ് എച്ച് ബാർ അല്ലേ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് സ്റ്റാർ മൈനസ് എച്ച് ബാർ, ഓക്കെ, എച്ച് സ്റ്റാർ മൈനസ് എച്ച് ബാർ ഇൻറ്റു ഈ ഫോഴ്സ്, നമ്മുടെ ഈ ഫോഴ്സ് ഇൻറ്റു എച്ച് സ്റ്റാർ മൈനസ് എച്ച് ബാർ വിൽ ഗീവ് ദ ടോർക്ക്. ഓക്കെ, അപ്പോൾ എഫിൻ്റെ വാല്യൂ നമുക്കറിയാം, നമുക്ക് 277.368 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഇനിയും എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് 4.14, എച്ച് ബാർ എന്ന് പറയുന്നത് 4 meters. അപ്പം 0.14 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 38831 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിങ്ങനൊരു ടോർക്ക് ആയിരിക്കും ഇവിടെ അവിടെ എന്തായിരുന്നു ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം. ഡയറക്ഷൻ എന്ന് പറയുന്നത് എബൌട്ട് ഈ ഡയമീറ്റർ വെച്ച് നോക്കുമ്പോൾ ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ടോർക്ക് ആക്ട് ചെയ്യുക. നമ്മൾ സെൻറ്റർ ഓഫ് അല്ലെങ്കിൽ ആ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇവൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെയല്ല, ആ ഒരു പ്ലെയിനിൽ, ഈ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിനിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ടായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ ടോർക്ക് ആക്ട് ചെയ്യാമെന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൈപ്പ് ലൈൻ വിച്ച് ഈസ് 4 meter diameter. നമുക്ക് പൈപ്പ് ലൈൻ ആണ് ഇത് കാണുന്നത്, ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 4 meter ആണ് ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കണ്ടെയ്ൻസ് എ ഗേറ്റ് വാൽവ്, ഇതിൽ എന്തുണ്ട്, ഒരു ഗേറ്റ് വാൽവ് ഉണ്ട്. ഇപ്പം ഗേറ്റ് വാൽവിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഗേറ്റ് വാൽവ് ഉണ്ട്. ദ പ്രഷർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ്, പൈപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന പ്രഷർ. ഓക്കെ, ഇതാണ് സെൻറ്റർ ലൈനാണ്. ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 19.6 Nm/cm². ഓക്കെ, അപ്പം പൈപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന പ്രഷറിനെ കാണിക്കുകയാണ്, 19.6 Nm/cm².
ഇഫ് ദ പൈപ്പ് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.87. അപ്പോൾ ഈ പൈപ്പിൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0.87 ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഓയിൽ upon the gate and position of center of pressure. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ് വാൽവിൽ വരുന്ന എന്താണ് ഫോഴ്സ് എത്രയാണ്, അതുപോലെ തന്നെ ആ ഗേറ്റ് വാൽവിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എവിടെയാണ്, ഇത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഡയമീറ്റർ 4 മീറ്റർ എന്നറിയാം അല്ലേ? അപ്പോൾ ഈ ഏരിയ ഓഫ് പൈപ്പ് എത്ര ആയിരിക്കും? ഏരിയ ഓഫ് പൈപ്പിന് ഞാൻ എ എന്ന് എടുക്കുകയാണ്. ഏരിയ ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. ഡയമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് 4π മീറ്റർ സ്ക്വയർ എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പൈപ്പിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് 0.87 എന്നാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി 0.87 ആണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.87 ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ 0.87 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 870 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രഷർ അറ്റ് ദ സെൻറ്റർ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? പ്രഷർ അറ്റ് ദ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? 19.6 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ യൂണിറ്റും മീറ്ററിലായതാണ് ഞാൻ കൺവേർട്ട് ചെയ്യണേ. 19.6 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷർ അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രഷർ ഹെഡ് അറ്റ് ദ സെൻറ്റർ ആണ്. ഇതൊരു പൈപ്പിലുള്ള ഫ്ലോ അല്ലേ? ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം ഓപ്പൺ ആയിരുന്നു അല്ലേ? അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രഷറിലുള്ള ഫ്ലോ ആയത് കാരണം, പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രഷറിൽ ഒഴുകുന്ന ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രഷറിലാണ് ഈ ഓയിൽ ഈ പൈപ്പിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രഷർ ഹെഡ് അറ്റ് ദ സെൻറ്റർ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, പ്രഷർ ഹെഡ് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ ഇത് പഠിക്കും. ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ പഠിക്കും. അപ്പോൾ നമുക്കിപ്പം ഞാൻ പ്രഷർ ഹെഡ് അറ്റ് ദ സെൻറ്റർ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, പ്രഷർ ഹെഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? P/ρg, അല്ലെങ്കിൽ ഈ ρg എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ആരാണെന്നറിയോ? വെയിറ്റ് ഡെൻസിറ്റി ആണ്. അല്ലെങ്കിൽ P/വെയിറ്റ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ എഴുതാം. അപ്പോൾ പ്രഷർ എത്രയാണ്? 19.6 ഇൻറ്റു 10⁴. റോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ആ ഒരു പൈപ്പിൽ കൂടെ ഒഴുകുന്ന ഓയിൽ ആയതുകൊണ്ടാണ് അവൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അവൻ്റെ വെയിറ്റ്, അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ എടുക്കുന്നത് 870 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി അത് വാട്ടർ ആയിരുന്നെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിരുന്നു എടുക്കേണ്ടത്. ഇനി ജി എത്രയാണ്? 9.81. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 22.988 മീറ്റേഴ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു പ്രഷർ 22.98 മീറ്റർ ഓയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രീ ഓയിൽ സർഫസ്, അത്രയും ഹൈറ്റിലുള്ള ഒരു ഓയിൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷറാണ് ഈ പൈപ്പിൻ്റെ സെൻറ്ററിലുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെ നമുക്ക് എന്താന്ന് പറയാം? ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇക്വലന്റ് ഫ്രീ ഓയിൽ സർഫസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫോഴ്സ് എക്സേർട്ടഡ് അല്ലേ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഓയിൽ ഓൺ ദ ഗേറ്റ്. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഓയിൽ ഓൺ ദ ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ρGA ഇൻറ്റു H ബാർ അല്ലേ? റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അതായത് 870 ആണ്. ജി എത്രയാണ്? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഏരിയ എത്രയാണ്? 4π മീറ്റർ സ്ക്വയർ. H ബാർ എത്രയാണ്? H ബാർ എന്ന് പറയുന്നത് ഇപ്പോൾ അവൻ്റെ സെൻറ്ററിലേക്ക് ഉള്ള ആ ഹൈറ്റ് അല്ലേ? നമ്മൾ ഡെപ്ത് ഓഫ് CG ഓഫ് ദ ഗേറ്റ് വാൾ ഫ്രം ദ ഫ്രീ ഓയിൽ സർഫസ്. അപ്പോൾ CGയിലേക്കുള്ള ഡിസ്റ്റൻസ് H ബാർ ആയിട്ട് ഞാൻ എന്തിനെ എടുക്കും? ഈ പ്രഷർ ഹെഡിനെ നമുക്ക് എടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ അത് എത്ര വരിക? 22.988. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വരുന്ന ആൻസർ 2465500 ന്യൂട്ടൺ എന്നാണ് വരേണ്ടത്. ഇതിപ്പം ഇത്രയും വലിയൊരു വാല്യൂ ആയത് കാരണം നമുക്ക് 2.465 ഇൻറ്റു 10⁶ ന്യൂട്ടൺ എന്ന് എഴുതാം. അല്ലെങ്കിൽ 10⁶ നമുക്ക് മെഗാ എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2.465 മെഗാ ന്യൂട്ടൺ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഓയിൽ ഓൺ ദ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ,
പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് സ്റ്റാർ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഐ ജി ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അപ്പോൾ എച്ച് ബാർ ഒക്കെ നമുക്കറിയാം. ഐ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൈപ്പാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് സർക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ് വരിക? എബൌട്ട് സെൻറ്റർ പൈ ഡി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 64. ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും. ഇനി എച്ച് ബാർ എത്രയാണ്? നമുക്കറിയാം 22.988 ആണ്. പ്ലസ് ഈ വാല്യൂ കാണുക, അതിനെ എന്തുമായിട്ട് ആഡ് ചെയ്യാം? പ്ലസ് 22.988. ഓക്കെ, അപ്പോൾ ഇതാണ് ഐ ജിയുടെ വാല്യൂ. ഇവിടെ നമുക്ക് പൈ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. പൈ ക്യാൻസൽ ചെയ്ത് കളയാം. 64 ആകുമ്പോൾ ഇവിടെ 16 വരും. ഡി സ്ക്വയർ ഡി റൈസ് ടു 4 ഡി സ്ക്വയർ വരും. ഡി സ്ക്വയർ ബൈ 16 ഇൻറ്റു 22.98 എന്ന് വരും. അതിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ടത് 23.031 മീറ്റേഴ്സ് എന്നാണ് എന്ത് കിട്ടുക? പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 23.031 മീറ്റേഴ്സ് ആണ് കേട്ടില്ലേ? അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് സെൻറ്റർ ഓഫ് പ്രഷർ ബിലോ ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ്, അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 23.031 22.988 എന്ത് ചെയ്യുക? ഈ വാല്യൂവിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അറൗണ്ട് ഒരു, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 0.043 മീറ്റേഴ്സ് അറൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. 23.031 മൈനസ് 22.988 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 0.043 എന്നാണ് വരിക. അപ്പോൾ ഇതെന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ബിലോ ദ സെൻറ്റർ ഓഫ് പൈപ്പ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഈ എച്ച് സ്റ്റാർ വരെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോൾ സെൻറ്റർ ഓഫ് പൈപ്പ് ജി അല്ലേ? സെൻറ്റർ ഓഫ് പൈപ്പ് ജി ആണ്. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ് ആയിരിക്കും, കുറച്ച് മാറിയിട്ടായിരിക്കും. ഈ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ 0.043 എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ആൻ isosceles triangular plane of base 4 meter and altitude 4 meter when it is immersed in oil of specific gravity 0.9. The base of the plate coincides with the free surface of oil. അപ്പോൾ ഇവിടെ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇവൻ്റെ ബേസ് ഫ്രീ സർഫസ് ഓഫ് ഓയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മളോട് ബേസ് കോയിൻസൈഡ് ചെയ്തും അപ്പെക്സ് ഫ്രീ സർഫസിൽ കോയിൻസൈഡ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ബേസ് ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് മാറിയിട്ടും, അല്ലെങ്കിൽ അപ്പെക്സ് ഒരിത്തിരി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ മാറി മാറി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എടുക്കാം. ബേസ് എത്രയാണ് തന്നേക്കുന്നത്? 4 മീറ്റർ. ഹൈറ്റ് എത്രയാണ് തന്നേക്കുന്നത്? 4 മീറ്റർ. അപ്പോൾ ഏരിയ എന്ത് എഴുതാം? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കാമല്ലോ. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4 16 ഡിവൈഡ് ബൈ 2 8 മീറ്റർ സ്ക്വയറിന് എഴുതാമല്ലോ. ഇനി ഇവനെ ഇമേഴ്സ് ചെയ്തേക്കുന്നത് ഓയിലോ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി 900 kg/m³ അല്ലേ? ഓക്കെ, അത്രയും കാര്യം അറിയാം. ഇനി അടുത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കാമെന്ന്? ഇവൻ്റെ സി ജി ഇങ്ങനെ ട്രയാങ്കിൾ ഇരിക്കുമ്പം എത്ര ഹൈറ്റിലാണെന്നാണ് നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചത്? h/3 ഡിസ്റ്റൻസ് ഹൈറ്റിലാണ് സി ജി വരിക. അതായത് നമ്മുടെ എച്ച് ബാർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ദ ഫ്രീ സർഫസ് ഓഫ് ഓയിൽ എന്ന് പറയുന്നത് 1/3 ഓഫ് ഹൈറ്റ് എച്ച്. അതായത് 1/3 ഓഫ് 4 എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 3 1.33 മീറ്റേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ എച്ച് ബാർ ഓക്കെ. ഇനി അടുത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എച്ച് ബാർ ഓക്കെ. ഡിറ്റർമിൻ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ അല്ലേ? അപ്പോൾ ടോട്ടൽ പ്രഷർ എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ജി എ എച്ച് ബാർ. റോ എത്രയാണ്? നമുക്ക് 900 kg/m³. ജി 9.81. ഏരിയ എന്ന് പറയുന്നത് 8 മീറ്റർ സ്ക്വയർ. എച്ച് ബാർ എന്ന് പറയുന്നത് 1.33. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ 9597.6 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് പ്രഷർ അല്ലേ. സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. IG എന്ന് പറയുമ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. IG ട്രയാങ്കിളിൻ്റെ IG എത്രയാണ്? BH³ ഡിവൈഡഡ് ബൈ 36 ആണ്. അപ്പം ബേസ് 4 ഹൈറ്റ് ക്യൂബ് 4³ ഡിവൈഡഡ് ബൈ 36 divided by area half into base into height 4 into 4 divided by 2 8 meter square നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ 8. ഇനി H ബാർ എത്രയാണ്? H ബാർ 1/3 ഓഫ് ഹൈറ്റ് H 1.33 അല്ലേ. 1.33 ബ്രാക്കറ്റ് പ്ലസ് 1.33. ഓക്കെ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് H സ്റ്റാർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1.99 മീറ്റേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ് ആണ്. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്ന എന്താണ്? ഒരു പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഈ സർഫസ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു സർഫസിന്റെ പ്രത്യേകത എന്താ? എല്ലാ പോയിന്റും ഈ സർഫസിൽ വരുന്ന എല്ലാ പോയിന്റും എന്തായിരിക്കും? സെയിം ഡെപ്ത് ആയിരിക്കും. ഫ്രീ സർഫസിൽ നിന്ന് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ഇതാണ്. ഓക്കെ ഇതാണ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് എല്ലാ പോയിന്റ്സും എന്തായിരിക്കും? സെയിം ഡെപ്തിലായിരിക്കും. ഓക്കെ അപ്പം പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എൻറ്റയർ സർഫസിൽ പ്രഷർ ഇന്റൻസിറ്റി ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് പ്രഷർ ഇന്റൻസിറ്റി P എങ്ങനെ എഴുതാം? P is equal to ρgh. H എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ഓഫ് സർഫസ്, അല്ലെങ്കിൽ ഈ ഫ്രീ സർഫസിൽ നിന്ന് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ് എത്ര ഡെപ്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എന്ത്? H എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും? ജിയോമെട്രിക് സെന്ററിലായിരിക്കും അല്ലേ. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയോമെട്രിക് സെന്ററിലായിരിക്കും. അതുപോലെ തന്നെ സെന്റർ ഓഫ് പ്രഷർ എവിടെ തന്നെ ആയിരിക്കും? അവിടെ തന്നെ ആയിരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് പ്രഷറും ഏതാണ്? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു P അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇതിപ്പോൾ എല്ലാ ഈ Pയും Gയും എല്ലാ പോയിന്റ്സും സെയിം സർഫസ് സെയിം ഹൈറ്റിലാണ് അല്ലേ. അപ്പോൾ H ബാറും H സ്റ്റാറും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ. ഈ H എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും H ബാർ അല്ലേ. അത് തന്നെ ആയിരിക്കും സെന്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് H സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഇപ്പൊ ഏരിയ ഓഫ് സർഫസ് ആണ്. ടോട്ടൽ ഏരിയ ഓഫ് സർഫസിനെ A എന്ന് എടുക്കാം. ടോട്ടൽ ഏരിയ ഓഫ് സർഫസ് A ആണ്. ഓക്കെ അപ്പം ടോട്ടൽ ഫോഴ്സ് എത്ര വരും? ടോട്ടൽ ഫോഴ്സ് F എന്ന് പറയുന്നത് P ഇൻറ്റു ഏരിയ എന്ന് വരും. ഓക്കെ P എന്താണ്? ρgh ഇൻറ്റു ഏരിയ. ഓക്കെ ഇവിടെ H സെയിം ആണ്. H ബാറും H എല്ലാം സെയിം ആണ് അല്ലേ. ഇവിടെ H ബാർ H സ്റ്റാർ എല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് നേരത്തെ ഇത് അതേ ഇക്വേഷൻ ρg H ബാർ ഇൻറ്റു A എന്ന് എടുക്കാം ടോട്ടൽ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ. ഇവിടെ H ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ഓഫ് CG ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, അത് ഈക്വൽ ടു H ആണ്. H സ്റ്റാർ എന്താ? ഡെപ്ത് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ്, അതും എന്താണ്? H തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. Figure shows a tank full of water. Find total pressure on the bottom of the tank, weight of water in the tank, hydrostatic paradox between the results of 1 and 2, width of tank is given 2 meter. Okay, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ depth of water on the bottom of the tank എത്ര വരും? Depth of water on the bottom of the tank എത്ര വരും? ഇത് 3 മീറ്റർ ആണ്, ഇത് 6 മീറ്റർ ആണ്. അപ്പോൾ 0.6 മീറ്റർ ആണ്, 3.6 മീറ്റർ ആണ് ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ ബോട്ടം ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിഡ്ത്ത് ഓഫ് ടാങ്ക് തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ടാങ്ക് ഇസ് ഗിവൺ ആസ് 2 മീറ്റേഴ്സ്. ഓക്കെ ഇനി അടുത്ത എന്താ? ലെങ്ത് ഓഫ് ടാങ്ക്. Length of tank at bottom. Length of tank at bottom എത്ര വരിക? 4 meters എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ഏരിയ ഓഫ് ബോട്ടം എത്ര വരും? ഏരിയ ഓഫ് ബോട്ടം എന്ന് പറയുമ്പോഴത്തേന് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതായത് 4 ഇൻറ്റു 2
അതായത് 8 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ബോട്ടം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്തൊക്കെയാ? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. അപ്പൊ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ബോട്ടം ഓഫ് ദ ടാങ്കിന്റെ ഇക്വേഷൻ എന്താ? F is equal to rho g h bar into area. റോ എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. G is 9.81. എച്ച് ബാർ എന്ന് പറയുമ്പോൾ എത്രയാണ്? എച്ച് ബാർ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ തന്നെയാണ് അല്ലേ? ഹൊറിസോണ്ടൽ കേസ് ആയത് കാരണം ഇത് ഡെപ്ത് ഓഫ് വാട്ടർ തന്നെയാണ്. 3.6 എന്ന് എടുക്കാം. ഏരിയ എത്ര വരും? 8 മീറ്റർ സ്ക്വയർ എന്ന് വരും. ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 282528 ന്യൂട്ടൺ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 282.528 ന്യൂട്ടൺ എന്ന് എഴുതാം. ഇതായിരിക്കും ടോട്ടൽ പ്രഷർ ഓൺ ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. അടുത്തത് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്. വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്. വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നമുക്ക് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഡെൻസിറ്റി എന്നറിയാം. മാസിനെ നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, അപ്പം മാസിന് പകരം നമുക്ക് എന്ത് എഴുതണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി എന്ന് എഴുതാം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഡെൻസിറ്റി എടുക്കണം? വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ടാങ്കിൻ്റെ വോളിയം എത്രയാണ്? ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് 2 പോർഷനായിട്ടായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ? ഫസ്റ്റ് പോർഷന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററും അവന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 മീറ്ററും ആയിരുന്നു. ഇനി അടുത്ത ആ ഒരു എൻലാർജ്ഡ് പോർഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 മീറ്ററും ഇവന്റെ ലെങ്ത് 4 മീറ്ററും ആയിരുന്നു. വിഡ്ത്ത് 2 മീറ്റേഴ്സ് ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് വോളിയം ഓഫ് ടാങ്ക് കണ്ടുപിടിക്കണം. 1000 ഉണ്ട്, ഇനിയും G 9.81 ആണ്. ഇനിയും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം എന്ന് പറയുമ്പം നമുക്ക് ഈ പോർഷൻ എടുക്കാം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലേ? 3, 2, 0.4 LBH. ഓക്കെ, ഇനി അടുത്തത് ഈ എൻലാർജ്ഡ് പോർഷൻ ആണെങ്കിലോ 4 × 2 × 0.6. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ആൻസർ കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് 70,632 ന്യൂട്ടൺ, അതായത് 70.632 ന്യൂട്ടൺ ആണ് ഉള്ളത്. കിലോ ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ അടുത്തിരുന്ന ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ടോ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ബിറ്റ്വീൻ ദ റിസൾട്ട്സ്. അപ്പോൾ റിസൾട്ട് 1, 2 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ടോട്ടൽ വെയിറ്റ് ഓഫ് ടാങ്ക് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാട്ടർ ഇൻ ദ ടാങ്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് മച്ച് ലെസ് ദാൻ ടോട്ടൽ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക് അല്ലേ? ഇപ്പൊ ടോട്ടൽ പ്രഷർ അറ്റ് ദ ബോട്ടം എത്രയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ പ്രഷർ അറ്റ് ബോട്ടം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 282.528 കിലോ ന്യൂട്ടൺ ആയിരുന്നു. അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് അല്ലേ? പിന്നെന്താണ്? ഈ വെയിറ്റ് ഓഫ് വാട്ടർ കുറവാണ്. എത്ര? 70.632 ഉള്ളൂ അല്ലേ? വെയിറ്റ് ഓഫ് വാട്ടർ കുറവാണ്. പ്രഷർ എന്താണ്? കൂടുതലാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെ ബോട്ടത്തിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈ വെയിറ്റ് ആയിരിക്കും ബോട്ടത്തിൽ പ്രഷർ ആയിട്ട് വരിക അല്ലേ? പക്ഷെ അല്ല, ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? എപ്പോഴും കൂടുതലായിരിക്കും. വെയിറ്റ് ഓഫ് വാട്ടറിനെക്കാട്ടിലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഇതിനാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയും. ഓക്കെ, പാരഡോക്സ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് യുക്തിക്ക് അങ്ങനെ അതായത് ഒരു ഡിഫറൻസ് വരെ തോന്നും അല്ലേ? നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, പക്ഷെ അതുപോലെ വേറൊരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് പറയുക? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ അല്ലേ?